എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ അപ് ട്രെൻഡിലായിരുന്നു. എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ്റിന് കഴിഞ്ഞ ദിവസം ഈ RBI 2 lakhs crore മുകളിൽ ഡിവിഡൻ്റായിട്ട് കൊടുത്തു. അതൊരു നല്ലൊരു പോസിറ്റീവ് ന്യൂസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കാം മാർക്കറ്റിൽ കണ്ടത്. വൺ സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു മാർക്കറ്റ് രാവിലെ തൊട്ട്. പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെറിയ ഇറക്കം വരുമെന്ന് പ്രതീക്ഷിക്കും, പക്ഷേ കിട്ടത്തില്ല. പെട്ടെന്ന് അതിനെക്കാട്ടി സ്പീഡിൽ തിരിച്ച് കയറുന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ നാളെ പ്രത്യേകം ശ്രദ്ധിക്കണം. 22,993 സംതിങ്ങാണ് ഹൈ വന്നേക്കുന്നത്. അതെ, ഇവിടെ നോക്കിയാൽ മതി. 22,993 അതിനുശേഷം കുറച്ചിറങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ നാളെ ഈ നിഫ്റ്റി വന്നിട്ട് ഒരു പ്രാവശ്യം ഇതിന് മുകളിൽ ട്രേഡായി തിരിച്ച് 23,000 താഴെ ഇറങ്ങിയാൽ ചിലപ്പോൾ 10, 100, 200 പോയിൻ്റൊക്കെ ഇറങ്ങി വരും. മാർക്കറ്റ് ഹെവി വോളറ്റിലിറ്റി ഉള്ള ടൈമാണ്, ഇലക്ഷൻ്റെ ടൈമൊക്കെയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പക്ഷേ ഇത്രയും മാർക്കറ്റ് കയറിയിട്ട് പോലും നമ്മളെടുത്തിരുന്ന ഷെയർസിനകത്ത് നമുക്ക് നല്ല ചാൻസുകൾ തന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 10 ഷെയറിനകത്ത് നല്ല ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെടുത്ത ഒരു 90% മുകളിലും ഷെയർ മൈനസിലുമായിരുന്നു. ഇത്രയും നിഫ്റ്റി 350 പോയിൻ്റ് പ്ലസിലായിട്ട് പോലും. അപ്പോൾ അതാണ് നമ്മൾ ഒരു സ്ട്രാറ്റജി പ്രകാരം ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം. പക്ഷേ കറക്റ്റ് ടൈം വരുമ്പോൾ മാത്രമേ ചെയ്യാവൂ. നമുക്ക് ചാൻസുകൾ കിട്ടുമ്പോൾ മാത്രമേ ചെയ്യാവൂ. ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയും ഓപ്പണിങ് വന്നിട്ട് ഫ്ലാറ്റ് ഓപ്പണിങ് വന്നു നേരെ ഹൈയിൽ പോയി. അതിനുശേഷം ഇവിടെയാണ് ഇച്ചിരി റെസിസ്റ്റൻസ് എടുക്കുന്ന കാണുന്നത്, R3 ലെവലിൽ. എന്തായാലും നാളെ നമുക്ക് നോക്കാം. നാളെ ചിലപ്പോൾ ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് ചിലപ്പോൾ കുറച്ച് ഇറങ്ങാം. എന്തായാലും നാളെ വെളിയിലത്തെ മാർക്കറ്റിനൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. നമ്മുടെ മാർക്കറ്റ് നല്ല രീതിയിൽ വീണ്ടും കയറുമായിരിക്കും. എന്തായാലും 23,000 മുകളിൽ നിന്നൊരു ചിലപ്പോൾ ഒരു ഇറക്കം പ്രതീക്ഷിക്കാം. അതുപോലെ മിഡ് ക്യാപ് നിഫ്റ്റിയുടെ ഇൻഡെക്സ് ഓവർ സോൾഡ് പൊസിഷനാണ്. അപ്പോൾ ഏത് സമയത്തും അതിനകത്തൊക്കെ നല്ല കറക്ഷൻ വരാം. പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ടൈമിലായിരിക്കും ചിലപ്പോൾ, ആ സമയത്തായിരിക്കും ചിലപ്പോൾ നല്ലൊരു കറക്ഷൻ കിട്ടുന്നത്. എന്തായാലും ഈ ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ പ്രത്യേകിച്ച് മിഡ് ക്യാപ്പിൻ്റെ ഇൻഡെക്സിൽ നല്ലൊരു കറക്ഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നീട് നമുക്ക് നാളത്തെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഷെയറുകളൊന്ന് നോക്കാം. ഒരു 15 ഷെയറാണ് എടുത്തേക്കുന്നത്. 15 ഷെയറിനകത്ത് നമുക്ക് ഏതൊക്കെ ഷെയർസിനകത്ത് നമുക്ക് ചാൻസ് തരാൻ കൂടുതൽ സാധ്യതയുണ്ടെന്നുള്ളത് നോക്കാം. കൊച്ചിൻ ഷിപ്പിംഗ് കമ്പനീസ് എല്ലാം ഭയങ്കരമായിട്ട് കയറ്റമായിരുന്നു. കൊച്ചിൻ ഷിപ്പേടപ്പോൾ എനിക്ക് തോന്നിയതായിട്ടില്ല 1997 ചിലപ്പോൾ നാളെ ഈ ലെവലിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് നമുക്ക് തരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ 1935 പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ വലിയ പ്രതീക്ഷയ്ക്കരുത്. 10, 20, 25 പോയിൻ്റ് താഴെ എന്നിട്ട് തിരിച്ചതുപോലെ കയറി വരാം. എന്തായാലും അത് ശ്രദ്ധിക്കണം. അതുപോലെ സരിഗമ എന്ന് പറയുന്ന ഷെയർ റിസൾട്ട് നല്ലതാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ ചിലപ്പോൾ 500 മുകളിൽ ഒരു പ്രാവശ്യം നാളെ പോകാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ പോയിട്ട് ഈ 489, 90 ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നോക്കി വേണം ചെയ്യാൻ. മാക്സ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഷെയർ നോക്കി 89.75 ആണ് അതിൻ്റെ R1. ഹൈ വന്നിട്ട് 88. അപ്പോൾ ഏകദേശം അടുത്തടുത്താണ്. ഇതിനകത്തും സെയിം അതുപോലെ 400 മുകളിൽ പോയിട്ട് ഈ 2 ലെവലും കട്ട് ചെയ്ത് താഴെ ഇറങ്ങുവാണെങ്കിൽ നേരത്തെ വോളിയം കൂടെ ശ്രദ്ധിക്കും, നമുക്ക് ഏകദേശം മനസ്സിലാകും നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നല്ല വോളിയത്തിലാണ് ഇത് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ചാൻസ് താഴോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് 400 മുകളിലോ 400 അടുത്തോ പോയിട്ട് ഈ 2 ലെവലും കട്ട് ചെയ്യരുത്, ഇറങ്ങണം താഴോട്ട്. ഈ 388 താഴെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ആവറേജിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. R1 അല്ലെ പ്രീവിയസ് ഡേ ഹൈ വീണ്ടും മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. ഈ യൂനോമിൻഡ എന്ന് പറയുന്ന ഷെയറും വന്നിട്ട് നല്ല റിസൾട്ടാണ്. ഓൾ ടൈം ഹൈ ആണ് അടിച്ചേക്കുന്നത്. അപ്പോൾ നാളെ എനിക്ക് തോന്നുന്നില്ല ഈ റേഞ്ച് വന്നാൽ ഒത്തിരി നല്ലതായിരുന്നു. ഏത് R1 റേഞ്ച് വന്നിട്ട് 900 റേഞ്ച് വന്നിട്ട് ഈ ലെവലിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. നോക്കി ചെയ്യുക. പക്ഷേ ക്വാണ്ടിറ്റി കുറച്ചേ എടുക്കാവൂ.
റിസൾട്ട് നല്ലതാണ്. ഈ യൂനോ മിന്തായും റിസൾട്ട് നല്ലതാണ്, സരിഗമയും റിസൾട്ട് നല്ലതാണ്. RVNL ശ്രദ്ധിക്കുക. RVNL ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് ഒരു 400 റേഞ്ച് ഒരു പ്രാവശ്യം പോവത്. പക്ഷെങ്കിൽ നമുക്ക് ചാൻസ് ഇപ്പോൾ കിട്ടുന്ന അപ്പോൾ ചെറിയ എൻട്രി എടുക്കുക. 400 മുകളിൽ പോയിട്ട് ഈ 395 കട്ട് ചെയ്താൽ നല്ല ചാൻസ് നമുക്ക് താഴോട്ട് കിട്ടാൻ സാധ്യത കൂടുതലാണ്. മസ്ഡോക്കും നാളെ ഒന്നുകിൽ ഈ ഹൈ, അതല്ല എങ്കിൽ R1, ഈ 2 റേഞ്ചും വലിയ വ്യത്യാസമില്ല. പെട്ടെന്ന് തന്നെ കയറി ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ കിടക്കുന്നതുകൊണ്ട് ഈ 2 ലെവലിന് മുകളിൽ ഇപ്പോൾ 3250 മുകളിൽ ഓപ്പണിങ്ങിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടും. അതുപോലെ പ്രീ ക്യാമും മിക്കവാറും R1 റേഞ്ചിൽ നിന്നായിരിക്കും നമുക്ക് ചാൻസ് തരാൻ സാധ്യതയുള്ളത്. അത് നോക്കി ചെയ്യുക. ചെറിയ ഷെയറാണ്. പെൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഈ ഷെയർ ഈ 2 ലെവലിൽ ഏതെങ്കിലും ലെവലിൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ഞാനീ പറയുന്നതെല്ലാം സെല്ലിങ്ങിനെ പറ്റിയുള്ള ചാൻസാണ്. അതുപോലെ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഷെയർ റിസൾട്ട് വന്നു, പക്ഷേ ഒരു നോർമൽ റിസൾട്ടാണ്. പക്ഷേങ്കിൽ പ്ലസ്സിൽ പോയി ഷെയർ. എന്തായാലും നാളെ 500 ലെവലിന് മുകളിൽ 1500 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഈ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഷെയറും ഇതിൻ്റെ ആവറേജ് നോക്കിക്കേ 1799. അധികം മൂവ്മെൻറ്റ് കിട്ടുന്നില്ല എങ്കിൽ ഇപ്പോൾ 1900, 910, 920 റേഞ്ചൊക്കെ പോയിട്ട് ഇതിന് താഴെ കട്ട് ചെയ്ത് ഇറങ്ങാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ഈ ഷെയർ. PNC ഇൻഫ്രയും ഇതിൻ്റെ R1ഉം ഇത് ഹൈ R1 രണ്ടും ഏകദേശം ഒരിടത്ത് തന്നെയാണ്. ഈ 2 ലെവലിൽ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും സെല്ലിങ്ങിനുള്ള. പിരമൽ ഫാർമ നോക്കുക. ഈ ആവറേജിലോ അതല്ല ഈ ഹൈയുടെ മുകളിലൊക്കെ പോയിട്ട് വരുന്ന അധികം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനകത്ത് 1-2 രൂപയ്ക്കൊക്കെ വെളിയിൽ വരണം. വലിയ മൂവ്മെൻറ്റ് തരുമെന്ന് തോന്നുന്നില്ല. ഇന്ത്യൻ ബാങ്ക് നാളെ ചിലപ്പോൾ ഈ R1 റേഞ്ച് 600 റേഞ്ച് പോയിട്ട് R2 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ലത്, നമുക്ക് അവിടെ എൻട്രി എടുക്കാം. അതല്ല 598, 600 റേഞ്ചിലൊക്കെ പോയിട്ടാണ് വരുന്നെങ്കിൽ ഈ 591 കട്ട് ചെയ്ത് താഴെ ഇറങ്ങുമ്പോൾ മാത്രമേ എൻട്രി എടുക്കാവൂ. അപ്പോൾ ഇത്രയും ഷെയറുകളേ ഉള്ളൂ. നമ്മളത് നോക്കി ചെയ്യാൻ ശ്രമിക്കുക. ഇനിയും അതുപോലെ നമ്മൾ ഇന്നലെ എടുത്തിരുന്ന ഷെയർസിനകത്ത് നമുക്ക് 10 ഷെയറിനകത്ത് ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് PNC ഇൻഫ്ര, ഫിൻകേബിള്, ജിക്രെ എന്ന് പറയുന്ന ഷെയർ, ജനറൽ ഇൻഷുറൻസ്, ഇത് ജിക്രെ, JBMA, പിന്നെ NIACL, IIFL, ഗ്രാനൂൾസ്, HG ഇൻഫ്രയും കോൾ ഇന്ത്യയും ആവറേജ് എന്നാണ് ഇന്നലത്തെ ആവറേജ് എന്നാണ് നല്ല ചാൻസ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ലെവലുകൾ വന്നിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഷെയറുകൾ നമുക്ക് നോക്കാം. 10 ഷെയർ നമുക്ക് ചാൻസ് വന്നിട്ടുണ്ട് നല്ലതായിട്ട്. ഒരു 4-5 ഷെയർ നമുക്ക് നോക്കാം. ഇപ്പം ആസ്ട്രാൾ എന്ന് പറയുന്നൊരു ഷെയർ, ആസ്ട്രാൾ നോക്കിയാൽ ജസ്റ്റ് അപ്പിൽ ഓപ്പണായി നേരെ പോയി R1 മുകളിൽ പോയി തിരിച്ചിറങ്ങി. R1 മുകളിൽ പോയി നമ്മൾ 2127 റേഞ്ചിൽ താഴെ എൻട്രി എടുത്താൽ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ 2091, ഏകദേശം 36-37 രൂപ നല്ലൊരു പ്രോജക്റ്റ്. പിന്നെ ആവറേജ് വരുന്നു ഇറങ്ങിപ്പോകുന്ന അങ്ങനത്തെ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു അതിനകത്തെ. അതിനുശേഷം ഫിൻകേബിള്, ഓപ്പണിങ്ങിൽ നേരെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി അതിനുശേഷം പതുക്കെ ഇറങ്ങി. R1 പോയില്ല, അല്ല ഇത് ഇവിടെ പോയി നോക്കിയേ. R1 പോയിട്ടുണ്ട്. അതിൻ്റെ CPRൻ്റെ ലെവലിൽ ഇത് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. കണ്ടില്ലേ, ഇവിടം വരെ പോയി 1216 വരെ പോയി. നമുക്ക് ഈ ലെവൽ 1206 ലെവലിൽ എൻട്രി എടുക്കുന്നവർക്ക് നല്ല രീതിയിൽ ഇവിടുന്ന് 1206 എന്ന് 1257 വരെ ഒരു 2 ക്യാൻഡിലോട് വന്നു. അതായത് 10 മിനിറ്റ് കൊണ്ട് ഏകദേശം 50 രൂപ പ്രോഫിറ്റ്. പിന്നീട് അത് ഇവിടുന്ന് വീണ്ടും താഴെ പോയി. അതിനുശേഷം വീണ്ടും 1738 റേഞ്ചിലോട്ട് പോയി. ഏകദേശം 80-90 റേഞ്ചിലോട്ട് നമുക്ക് പ്രോഫിറ്റ് ആ ഷെയറിനകത്ത് കിട്ടുന്നുണ്ടായിരുന്നു. അതിനുശേഷം NIACL എന്ന് പറയുന്ന ഷെയർ, നാഷണൽ ഇൻഷുറൻസ്, NIA, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്, അതും ഇതുപോലെ ഓപ്പണിങ്ങിൽ എന്ത് ചെയ്തു,
257 വരെ പോയി. എൻ്റെ ഇവിടം വരെ 256. ഈ ഒറ്റ ക്യാൻഡിൽ ഇവിടെ കാണാം, നമുക്ക് നോക്കിയാൽ മതി. കണ്ടില്ലേ? നമ്മൾ എൻട്രി എടുക്കേണ്ടത് 253 റേഞ്ച് എടുത്താൽ നമുക്ക് 246, അതായത് 7 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് ആവറേജ് വരും, പിന്നെ ഇറങ്ങും. അങ്ങനെ ചെറിയ ചെറിയ മൂവ്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഗ്രാനുൾസ് ഇന്ത്യ 600 മുകളിൽ പോയി ഇവിടെ ഇറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കും. 431 എടുത്തിട്ട് 35 മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇവിടുന്ന് 427, അതായത് 7 രൂപ പ്രോഫിറ്റ് തരുന്നുണ്ട്. അല്ല, 7 32, 5 രൂപ. അതിനുശേഷം വീണ്ടും തിരിച്ച് അവിടെ വരുന്നുണ്ട്, ഹൈ അടിക്കുന്നില്ല. വീണ്ടും നമുക്കിവിടെ എൻട്രി എടുക്കാൻ താഴ്ത്തുന്നു. അപ്പം ഇവിടുന്ന് വീണ്ടും എൻട്രി എടുത്താൽ നമുക്ക് വീണ്ടും ഈ സമയത്ത് ഒരു 7, ആദ്യത്തെ പ്രാവശ്യം ഒരു 5 രൂപ. നല്ല 2 പ്രാവശ്യം നല്ല പ്രോഫിറ്റ് തരുന്നുണ്ട് അതിൽ. അതിനുശേഷം HG ഇൻഫ്ര ഇന്നലത്തെ ആവറേജ്, HG ഇൻഫ്ര പ്രീവിയസ് ഡേ ഹൈയോ 6 വന്നില്ല. ഇന്നലത്തെ ആവറേജ് അതിൻ്റെ 1588 ഈ റേഞ്ച്. 1588 ആ റേഞ്ചിൽ നിന്ന് ഒരു എൻട്രി എടുത്താൽ നമുക്ക് 1514, 1502 ഞാനതിൽ എൻട്രി എടുത്തായിരുന്നു. നല്ല പ്രോഫിറ്റ് കിട്ടുകയും ചെയ്തു. അതിനുശേഷം കോൾ ഇന്ത്യ അതും പ്രീവിയസ് ഡേ ഹൈ അടിച്ചില്ല. പക്ഷേ ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവറേജിന് താഴെ പോകണം. 501 ആയിരുന്നു എൻ്റെ, 501 സംതിങ്. അപ്പോൾ 501 റേഞ്ച് ഒരു എൻട്രി എടുത്താൽ നമുക്ക് 492, 9 രൂപ വരെ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. അതിവിടെ കണ്ടാൽ നോക്കിയാൽ മതി. HG ഇൻഫ്ര ഇന്നലത്തെ ആവറേജ് കണ്ടില്ല, 1588. കോൾ ഇന്ത്യ 501.51 കണ്ടില്ലേ? ആ റേഞ്ചിൽ നമ്മളെടുത്താൽ നമുക്ക് നല്ല പ്രോഫിറ്റാണ്. അതിനുശേഷം PNC ഇൻഫ്രയിലും ഓപ്പണിങ്ങിൽ 6 പോയി ഇറങ്ങി 543 എന്നത് 516 വരെ വന്നു. അതായത് ഏകദേശം 25-26 രൂപ പ്രോഫിറ്റ് വന്നു. അതിനുശേഷം നേരെ അടിച്ച് മേളിൽ പോയി. അതിന് അടുത്ത ലെവലിൽ പോകുന്നില്ല, തിരിച്ച് വീണ്ടും ഇവിടെ ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പം 43 താഴോട്ട് വരുമ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ വീണ്ടും നമുക്കൊരു 8 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. വീണ്ടും അത് അവിടെ വരുന്നു, വീണ്ടും 5-6 രൂപ പ്രോഫിറ്റ്. നല്ല രീതിയിൽ 2-3 പ്രാവശ്യം എൻട്രി എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതുപോലെ മറ്റു ഷെയറിനകത്തും ഇതുപോലൊക്കെ ചാൻസ് നല്ല രീതിയിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കി ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാം. അപ്പം പുതിയതായിട്ട് കാണുന്നവരെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് അതിൻ്റെ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നതെന്നുള്ള വീഡിയോ കാണുന്നുണ്ട്. നമ്മൾ ഷോർട്ട് സെല്ലാണ് ചെയ്യുന്നത്. ലെവലുകൾ താഴോട്ട് ഇറങ്ങുമ്പോൾ ഷോർട്ട് സെൽ ചെയ്യുക. നമ്മൾ അതിൻ്റെ അനുസരിച്ച് പ്രോഫിറ്റ്, അതിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.